ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. നിയമ നടപടികളുമായി സഹകരിക്കുമെന്നാണ് MS സൊല്യൂഷൻസ് പറയുന്നത്. അവരുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം. Hey guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ഇപ്പോൾ ഈ വരാൻ പോകുന്ന SSLC ക്രിസ്മസ് എക്സാം എത്ര വ്യൂസ് ഉണ്ടാവുകയില്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. SSLC മെയിൻ എക്സാം 2023-24, അതായത് ഈ വർഷം മാർച്ച് മാസത്തിൽ നടന്ന പരീക്ഷ. ആ പരീക്ഷയിൽ കേരളത്തിൽ ഒരുപാട് SSLC പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ടും MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനാണ് പബ്ലിക് എക്സാമിൽ, നോട്ട് ദ പോയിന്റ്, പബ്ലിക് എക്സാമിൽ 55,000 കുട്ടികൾ ഒരേപോലെ കൺകറന്റ് വ്യൂവേഴ്സ് നേടിത്തന്ന ഒരു ലൈവായിരുന്നു. ഇതുവരെയുള്ള എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകൾക്ക് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് അതൊരു എൻഡിയർ ഹിസ്റ്ററി ആയിരുന്നു. അന്ന് കേരളത്തിലെ അത് 35,000 എന്ന സംഖ്യയായിരുന്നു. അതിൽ കൂടുതൽ കഴിഞ്ഞ ഓണപരീക്ഷയിലേക്ക് വന്നിട്ടില്ല. സോ 2024 മാർച്ച് പരീക്ഷയിലും സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ എന്താണ് ഈ MS സൊല്യൂഷൻസിന്റെ പ്രതികരണം? നേരത്തെ ഈ വിവാദം ഉയർന്ന ഘട്ടത്തിൽ അവർ പ്രതികരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു വീഡിയോയിലൂടെ പിഴവ് പറ്റിയിട്ടില്ല എന്ന വിശദീകരണമാണോ അവർ നൽകുന്നത്? എന്താണ് അവരുടെ വ്യക്തമാകുന്നില്ല. ഇതിപ്പോൾ വിദ്യാർത്ഥികളോട് സംവദിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. അതെ, ഞാനും ആ ഒരു വിശദീകരണം കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്മൃതി. അതായത് നിയമ നടപടികളുമായും എല്ലാം സഹകരിക്കുമെന്നാണ് MS സൊല്യൂഷൻസ് ആദ്യം തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ MS സൊല്യൂഷൻസിനെതിരായ ചില ക്യാമ്പയിനുകളിൽ വ്യക്തമായി മറ്റു ചില പ്ലാറ്റ്ഫോമുകൾക്ക് പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് വലിയ തരത്തിൽ പ്രചാരണം നേടിയ ചില പ്ലാറ്റ്ഫോമുകളാണ് ഇതിന് പിന്നിൽ. അത് MS സൊല്യൂഷനെ ടാർഗറ്റ് ചെയ്യുകയാണ്. കുട്ടികളുടെ വിശ്വാസ്യത ഇതിൽ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ വലിയൊരു സംഘം തന്നെ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു. നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ MS സൊല്യൂഷൻസിൻ്റെ കൊടുവള്ളി ഓഫീസിൽ പോയി നിൽക്കുമ്പോൾ മുതൽ അവരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആരും സംസാരിക്കാൻ തയ്യാറല്ല. അല്പസമയം മുൻപ് വാട്സാപ്പിലൊരു മെസ്സേജ് വന്നതൊഴിച്ചാൽ ആ മെസ്സേജിലും വിശദമായ വിവരങ്ങളോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതൊഴിച്ചാൽ ബാക്കി യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകിയിട്ടില്ല. അല്പസമയം മുൻപാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് മുൻപ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹിസ്റ്ററി ക്ലാസിൻ്റെ ലൈവ് MS സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ പോകുന്നുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. പക്ഷേ അവരുടെ ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നില്ല, ഓഫീസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത മറ്റോ ക്ലാസ്സാണ് ഇന്ന് ലൈവായി പോകുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് തങ്ങളെക്കാൾ വലിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്ന ചിലർ അവർക്ക് ഭീഷണിയാകുമോ എന്ന പേടിയിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അല്ലാതെ തങ്ങൾക്ക് യാതൊരു ഇത്തരം ബന്ധങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ആളുകളിൽ നിന്ന് ചോദ്യം വാങ്ങുകയോ അത്തരം ബന്ധങ്ങളൊന്നും തങ്ങൾക്കില്ല എന്ന് വിശദീകരിക്കാനാണ് MS സൊല്യൂഷൻസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കൂടുതൽ കണ്ടതിന് ശേഷം അവരുടെ കൃത്യമായ വിശദീകരണം എന്താണ് എന്ന് പറയാൻ കഴിയുമെന്നാണ് കരുതുന്നത്. സ്മൃതി, സാനിയോ മനോമി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയിൽ എന്താണ് അവരുടെ പ്രതികരണം എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അത് മുഴുവൻ കണ്ട ശേഷമേ അതിൽ എന്താണ് അവരുടെ വിശദീകരണം എന്നറിയാൻ കഴിയൂ. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ചോദ്യപേപ്പറിലെ നമ്പർ അടക്കം ഒരേ നമ്പറിൽ ഒരേ ചോദ്യങ്ങൾ വരുന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ ആ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അത് MS സൊല്യൂഷൻസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടേക്ക് അന്വേഷണം എത്തുന്നത്. അവരുടെ വിശദീകരണം എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തതയോടെ അല്പസമയത്തിനകം നമുക്ക് നൽകാനാകും.